Hi students, welcome back to our class. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ക്ലാസ് കഴിഞ്ഞാലും അതിൻ്റെ നോട്ട്സ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക. പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പം നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഫ്രാക്ഷൻ ആൻഡ് പേഴ്സൻ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there are 750 children in a school and 450 of them are girls. What is the percent of girls? എന്താ പറഞ്ഞിരിക്കുന്നത്? There are 750 children in a school. ഒരു സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? 750. അതിൽ 450 of them are girls. 450യും എന്താണ്? ഗേൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഗേൾസിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പൊ ഒരു സ്കൂളില് 750 ചിൽഡ്രൻസ് ഉണ്ട്. അതിലെ 450യും എന്താണ്? ഗേൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഗേൾസിന്റെ പേഴ്സൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ മുന്നിലൊക്കെ പേഴ്സൻറ്റേജ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇവിടെ എണ്ണം തന്നിട്ട് ഗേൾസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ഗേൾസിന്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് ഈസ് ആകെ എത്രയാണ്? 750 ആണ്. അതിൽ എത്ര ഗേൾസ് ആണ്? 450. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 450/750. 750 എന്നുള്ളത് മൊത്തം കുട്ടികളുടെ എണ്ണവും അതിൽ ഗേൾസിന്റെ എണ്ണവുമാണ് എന്ത്? 450. അപ്പോൾ 450/750 ഈസ് ഈക്വൽ ടു രണ്ടിനെയും സിംപ്ലസ്റ്റ് ഫോം ആക്കി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 45/75. രണ്ടിന് കോമൺ ആയിട്ട് 15 ഉണ്ട് അല്ലേ? അപ്പൊ 15നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3, 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അങ്ങനെ നമ്മൾ അതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കി. സിംപ്ലസ്റ്റ് ഫോം ആക്കാൻ എന്താ ചെയ്യുക? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു കോമൺ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കും. അപ്പൊ 3/5 ഓഫ് ടോട്ടൽ ചിൽഡ്രൻ അല്ലേ? ഇനി പേഴ്സൻറ്റേജ് കാണാൻ എന്താ ചെയ്യുക? ഈ 3/5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സൻറ്റേജ് കിട്ടും. പേഴ്സൻറ്റേജ് ഈസ് ഈക്വൽ ടു 3/5 × 100. അപ്പോൾ 3 × 100 300/5. 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 60. അപ്പോൾ 60%. മനസ്സിലായോ? ഒരു സ്കൂളില് 750 ചിൽഡ്രൻസ് ഉണ്ട്. അതിന് 450 ഗേൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഗേൾസിന്റെ പേഴ്സൻറ്റേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫ്രാക്ഷൻ ഫോമിൽ എഴുതും. 450/750. അതിൽ നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആക്കിയപ്പോൾ നമുക്ക് 3/5 കിട്ടി. ആ കിട്ടിയതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സൻറ്റേജ് കിട്ടും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, റാഫി ഏൺസ് 20,000 rupees a month and he spends 6,400 rupees from this on food. What percent of his earnings is this? അതായത് റാഫിയുടെ വരുമാനം എന്ന് പറയുന്നത് 20,000 ആണ്. അതിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കും? 6,400. അങ്ങനെയെങ്കിൽ അത് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യും? 6,400/20,000 20,000 എഴുതും. അതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കുക. ആ കിട്ടുന്നതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടും. അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ജമീല സാലറി വാസ് 20,000 rupees ലാസ്റ്റ് മന്ത് and 21,000 rupees this month. By what percent has the salary increased? എന്താ പറഞ്ഞിരിക്കുന്നത്? ജമീലയുടെ സാലറി കഴിഞ്ഞ മാസം 20,000ഉം ഈ മാസം 21,000ഉം ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് സാലറി കൂടി? കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസത്തില് എത്ര പെർസെൻറ്റേജ് സാലറി കൂടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ജമീലയുടെ സാലറി കഴിഞ്ഞ മാസം 20,000 rupees ആയിരുന്നു. ഈ മാസം 21,000 ആയി. അപ്പൊ കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം എത്ര രൂപ കൂടി? 1,000 rupees കൂടി. അങ്ങനെയെങ്കിൽ ആ കൂടിയതിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? അതിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം അല്ലെ? സാലറി ഇൻക്രീസ്ഡ്. കഴിഞ്ഞ മാസം 20,000 ആയിരുന്നു. അതിനേക്കാൾ എത്ര കൂടി? 1,000 rupees. അപ്പൊ 1,000/20,000 എന്ന് എഴുതി. അതിന് നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആക്കിയപ്പോൾ 1/20. അതായത് ഇവിടുത്തെ സീറോസ്, ഇവിടുത്തെ 3 0യും ഇവിടുത്തെ 3 0യും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണുള്ളത്? 1/20. ഇനി എന്ത് ചെയ്താൽ മതി പെർസെൻറ്റേജ് കാണാൻ? 1/20നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും അല്ലേ? അതായത് എങ്ങനെ വരും? 100/20 വരും. ഇവിടുത്തെ ഒരു 0യും ഇവിടുത്തെ ഒരു 0യും ക്യാൻസൽ ചെയ്ത് ബാക്കി 10 ഉണ്ട്. 10/2. 10/2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ എത്രയാണ്? കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം എത്ര പെർസെൻറ്റേജ് കൂടി? 5% ആണ് കൂടിയത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് 600 grams of sugar 500 grams is used up. What percentage is left?
എന്താ പറഞ്ഞിരിക്കുന്നത്? 600 ഗ്രാം ഷുഗർ ഉണ്ടായിരുന്നു, അതിൽ 500 ഗ്രാമും ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ഉപയോഗിക്കാത്തതിന്റെ പേഴ്സെന്റ് എത്രയാണ്? വാട്ട് പേഴ്സെന്റ് ഈസ് ലെഫ്റ്റ്? അപ്പൊ അതെങ്ങനെയാ കാണുക? മൊത്തം 600 ഗ്രാം ആണ്, അതിൽ എത്ര ഗ്രാം ഉപയോഗിച്ചു? 500 ഗ്രാം ഉപയോഗിച്ചു. അപ്പൊ ഈ ബാലൻസ് എത്രയുണ്ടാവും? 600 ഗ്രാമിൽ 500 ഗ്രാം ഉപയോഗിച്ചാൽ 100 ഗ്രാം ബാലൻസ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ എങ്ങനെ വരും? 100/600. ഞാൻ സിംപ്ലസ്റ്റ് ഫോം ആക്കിയാലോ 1/6 എന്ന് കിട്ടും. ആ 1/6 × 100 ചെയ്താൽ ആൻസർ ആയി. ഒന്നുകൂടെ പറയാം, 600 ഗ്രാം ഷുഗറിൽ 500 ഗ്രാം ഉപയോഗിച്ചു, ബാലൻസ് ഉള്ളതിന്റെ പെർസെന്റേജ് ആണ്. അപ്പോ ബാലൻസ് എത്രയാണുള്ളത്? 100 ഗ്രാം ആണ് അല്ലേ? അപ്പൊ 100 മൊത്തം എത്ര ഉണ്ടായിരുന്നു? 600 അല്ലേ? അപ്പൊ 100/600 അതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കിയാൽ 1/6 എന്ന് കിട്ടും. അതേ × 100 ചെയ്താൽ ആൻസർ ആയി. അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഇൻക്രീസ്ഡ് ബൈ 10% ടു മേക്ക് എ ലാർജർ സ്ക്വയർ. ബൈ വാട്ട് പേഴ്സൺ ഈസ് ദ ഏരിയ ഇൻക്രീസ്ഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആർ ഇൻക്രീസ്ഡ് ബൈ 10%. ഒരു സ്ക്വയറിന്റെ സൈഡ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10% കൂടെ ഇൻക്രീസ് ചെയ്താൽ ബൈ വാട്ട് പെർസെന്റേജ് ഈസ് ദ ഏരിയ ഇൻക്രീസ്ഡ്? അതിന്റെ എത്ര പെർസെന്റേജ് ഏരിയ ആണ് കൂടിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 10% ഇൻക്രീസ് ആയാൽ അതിന്റെ ലെങ്ത് എങ്ങനെയാവും? അതിന്റെ ഏരിയയിൽ എത്ര പെർസെന്റേജ് കൂടും? ഏരിയയുടെ പെർസെന്റേജ് എത്ര കൂടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ വേറെ ഒന്നും ഒരു നമ്പർ ഒന്നും തന്നിട്ടില്ല. അപ്പൊ 10% ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ ലെങ്ത്തിന്റെ 10% കൂടും. അപ്പൊ ആദ്യമുള്ള സ്ക്വയറിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ എടുക്കുക? 100ലാണ് എടുക്കുക. കാരണം നമുക്ക് വേറെ നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ പെർസെന്റേജ് ആകുമ്പോൾ നമ്മളിപ്പോ എങ്ങനെ എടുക്കുക? 100ലാണ് എടുക്കുക. അപ്പൊ 100ന്റെ 10% കൂടും എന്ന് പറയുമ്പോൾ എന്താണ്? 110 ആവും അല്ലെ? 100 + 10 110 ആവും. അപ്പോ 110/100ലാണ്, 100ൽ നിന്നാണ് 10% കൂടിയത്. അപ്പൊ 110/100 ആവും ഒരു സൈഡ് എന്നുള്ളത്. ഞാൻ ഇതിന്റെ ഏരിയ കാണാൻ എന്താ ചെയ്യാ? നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പോൾ 110/100 × 110/100 ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 121/100 എന്ന് കിട്ടും. ഇനി അതിന്റെ പെർസെന്റേജ് കാണാൻ എന്താ ചെയ്യാ? 121/100 × 100 ചെയ്ത് കഴിഞ്ഞാൽ ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ആയി പോകൂലേ? ബാക്കി എന്തുള്ളത്? 121%. അപ്പോൾ എത്ര ഏരിയയിൽ എത്ര ഇൻക്രീസ് ആയി? 121%. നമ്മൾ എപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് സ്ക്വയറിന്റെ ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ 100ലാണ് എടുക്കുക. 100ന്റെ 10% കൂടി എന്ന് പറഞ്ഞാൽ 110 ആണ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയ സൈഡ് എങ്ങനെയാവും? 110/100 ആവും. മനസ്സിലായോ? ഇനി അതിലൊരു പ്രോബ്ലം കൂടി ഉണ്ട്, അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യാം. അടുത്തത് 3/8 ഒരു ഫ്രാക്ഷൻ ഫോം തന്നിട്ട് ഇത് എത്ര പെർസെന്റേജ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രാക്ഷന്റെ പെർസെന്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്യാം. × 100 ചെയ്യുമ്പോൾ 3 × 100 300/8 എന്ന് കിട്ടും. നമുക്ക് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 300നെ 8 കൊണ്ട് ചെയ്താൽ 3ൽ പോവില്ല. 30ൽ എത്ര 8 ഉണ്ട്? 8s are 24. ഇവിടെ 2 ആവും. 2 2 പോയാൽ 0 ആയി. ഇനി 6ൽ പോവില്ല. അപ്പൊ അടുത്ത നമ്പർ നമ്മൾ ഇറക്കി എഴുതും. ഇനി 60ല് 8 എത്ര ടൈംസ് ഉണ്ട്? ഒന്ന് നോക്കിക്കേ. 7 8s are 56. മൈനസ് ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ എഴുതും? മിക്സഡ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതും. അതായത് കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. അപ്പൊ 37 4/8 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 4ലും 8ലും കോമൺ ആയിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് സിംപ്ലസ്റ്റ് ഫോം ആക്കാം അല്ലെ? രണ്ടിലും 4 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പൊ 37 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ ഇത് എങ്ങനെയായി ആൻസർ? 37 1/2% ആയിട്ട് മാറി. അപ്പൊ നമ്മള് ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് കാണാൻ എന്താ ചെയ്യാം? × 100. അപ്പൊ 3/8 × 100 ചെയ്തു. 3 × 100 300/8 നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. 37 4/8 എന്ന് എഴുതി. ഇങ്ങനെ നമ്മൾ ഈ 4ലും 8ലും കോമൺ ആയിട്ട് 4 ഉണ്ട്. ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 37 1/2% ആൻസർ കിട്ടി. മനസ്സിലായോ? ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ ഇതേപോലെ ഫ്രാക്ഷന്റെ 2-3
4 പ്രോബ്ലം കൂടി ഉണ്ട്, അത് നിങ്ങൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 40% ഓഫ് 60 ആൻഡ് 60% ഓഫ് 40? അതായത് 40% ഓഫ് 60 ആൻഡ് 60% ഓഫ് 40യുടെ വ്യത്യാസം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം? 40% ഓഫ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60യുടെ 40%. 60യുടെ 40% കാണാൻ എന്ത് ചെയ്യാം? 60 × 40/100. ഇവിടുത്തെ ഒരു 0 ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ആയി, ഇവിടുത്തെ ഒരു 0 ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 6 4s are 24. ഇനി അടുത്തതില്ലേ 60% ഓഫ് 40. 40യുടെ 60% എന്ന് പറഞ്ഞാൽ 40 × 60/100. ഇവിടുത്തെ ഒരു 0 ഇവിടുത്തെ ഒരു 0 വഴി, ഇവിടുത്തെ ഒരു 0 ഇവിടുത്തെ ഒരു 0 വഴി, ബാക്കി എന്തുണ്ട്? 4 × 6 24. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ 24 - 24 എന്താണ്? 0. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0 ആണ്. 40% ഓഫ് 60, 60% ഓഫ് 40 തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 40% ഓഫ് 60, അതായത് 60യുടെ 40% കണ്ടു. അതായത് 60 × 40/100 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 24 കിട്ടി. ഇനി അടുത്തതോ 60% ഓഫ് 40, 40യുടെ 60%. അപ്പൊ എന്ത്? 40 × 60/100. അപ്പോഴും 24 ആൻസർ കിട്ടി. അവ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ ആൻസർ എന്തായി? 0. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്കൂൾ there are 1240 children and 30% of them are girls. How many boys are there in the school? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്കൂളിൽ 1240 ചിൽഡ്രൻസ് ഉണ്ട്, അതിൽ 30% ഗേൾസ് ആണെങ്കിൽ ബോയ്സ് എത്ര പേരുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോയ്സിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 30% ഗേൾസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും 100ലാണ് പെർസെൻറ്റേജ് കാണുക. 30% ഗേൾസ് ആണെങ്കിൽ ബാക്കി 70% എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും. അപ്പോൾ 1240ന്റെ 70% കണ്ടാൽ ആൻസർ ആയി. അതായത് 1240 × 70/100 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, if 40% of 20 is added to 30% of 50, we get 50% of a number. What is this number? എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില്? ഈ 40% of 20യുടെ 40% കാണുക, then 30% of 50, 50യുടെ 30% കാണുക. എന്നിട്ട് അവ നമ്മൾ ആഡ് ചെയ്താൽ വേറൊരു നമ്പറിന്റെ 50% ആയിരിക്കും കിട്ടുക. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? 40% ഓഫ് 20യും 30% ഓഫ് 50യും അവ തമ്മിൽ കണ്ടിട്ട് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഏതോ ഒരു നമ്പറിന്റെ 50% ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? 40% ഓഫ് 20, അതായത് 20യുടെ 40% കാണണം പറഞ്ഞാൽ 20 × 40/100. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും, ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? 2 × 4 8 അല്ലേ. അതായത് ഇതും ഇതും ക്യാൻസൽ ചെയ്യും, ഇതും ഇതും ക്യാൻസൽ ചെയ്യും. ബാക്കി ഇവിടെ 2ഉം ഇവിടെ 4ഉം. 2 × 4 എന്താണ്? 8 ആണ്. ഇനി അടുത്ത 30% ഓഫ് 50, 50യുടെ 30% എന്ന് പറഞ്ഞാൽ 50 × 30/100. അപ്പൊ ഇതും ഇതും ക്യാൻസൽ ചെയ്യും, ഇതും ഇതും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? 5 × 3 15. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇവ നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതായത് 40% ഓഫ് 20 പ്ലസ് 30% ഓഫ് 50. അപ്പോൾ 40% ഓഫ് 20 എന്ന് പറഞ്ഞാൽ 8, 30% ഓഫ് 50 എന്ന് പറഞ്ഞാൽ 15. അപ്പൊ 8 + 15 എന്താണ്? 23. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 23 എന്ന് പറയുന്നത് വേറൊരു നമ്പറിന്റെ 50% ആണ്. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ നമ്പർ കാണാൻ എന്താ ചെയ്യാം? ഈ 50% ഓഫ് നമ്പർ ഈസ് 23. അതായത് ഒരു നമ്പറാണ്, നമുക്ക് അറിയാം. അപ്പൊ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്തു? എക്സ് എന്നെടുത്തു. എക്സിന്റെ 50% ആണ് എന്ത്? 23. ഏതോ ഒരു നമ്പർ, ആ നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ നമ്പറിനെ നമ്മൾ എക്സ് എന്നെടുത്തു. എക്സിന്റെ 50% ആണ് 23. 50% എന്ന് പറഞ്ഞാൽ നമ്മൾ 50/100 എഴുതും. അതായത് എക്സ് × 50/100 ആണ് എന്ത്? 23. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ഈ /100 ഇങ്ങോട്ട് വരുമ്പോൾ × 100 ആവും. അതായത് ഇവിടെ 23 ഉണ്ട്, ഈ /100 ഇങ്ങോട്ട് വരുമ്പോൾ × 100 ആവും. ദെൻ × 15 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ 50 ആവും. ഇനി ഈ 50യും 100ഉം ഡിവൈഡ് ചെയ്താൽ 100ൽ 50 എത്ര ടൈംസ് ആണ്? 2 ടൈംസ്.
ഈ ബാക്കി എന്താ ഉള്ളത് 23 × 2 എത്രയാണ് 46. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് ഏതാണ് 46 ആണ്. മനസ്സിലായോ? അടുത്തത് 23% ഓഫ് എ നമ്പർ ഈസ് 69. വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഒരു നമ്പറിന്റെ 23% എന്ന് പറഞ്ഞാൽ 69 ആണ്. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നമ്പറിന്റെ 23% എന്ന് പറഞ്ഞാൽ 69 ആണ്. അപ്പൊ ആ നമ്പർ നമുക്ക് അറിയില്ല. അപ്പൊ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? എക്സ്. എക്സിന്റെ 23% എന്ന് പറഞ്ഞാൽ 23/100 ആണ് എന്ത് 69. അതായത് ഒരു നമ്പറിന്റെ 23% ആണ് 69 എങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയില്ല. ആ നമ്പർ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് എടുത്തു. എക്സിന്റെ 23% എന്ന് പറഞ്ഞാൽ 23/100 69 ആണ് എടുത്തു. ഇനി നമുക്ക് ഇതിൽ എക്സ് കാണാം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 69. ഈ ബൈ 100 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു 100 ആവും. ഇവിടെ ഇൻറ്റു 23 ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ 23 ആവും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ചെറുതാക്കാം. 69നും 23നും എത്ര ടൈംസ് ആണ്? 3 ടൈംസ്. അതായത് 69 23 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അതായത് 69നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ടൈംസ് കിട്ടും. അപ്പൊ 3 × 100 എന്താണ്? 300. അപ്പോ ഈ എക്സ് എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 300 ആണ്. മനസ്സിലായോ? ഒരു നമ്പറിന്റെ 23% ആണ് 69 എങ്കിൽ ആ നമ്പർ ഏതാണ്? അപ്പൊ അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് എടുത്തു. ആ നമ്പറിനെ എക്സ് എന്ന് എടുത്തു. എക്സിന്റെ 23% എന്നാണ് 69. അപ്പൊ എക്സിന്റെ 23/100 എന്ന് പറഞ്ഞാൽ 69. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 69 × 100/23. ഈ 69നും 23നും 3 ടൈംസ് ഉണ്ട്. 3 × 100 300. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് 300 ആണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ 10% ഓഫ് എ നമ്പർ ഈസ് 1.5. വാട്ട് ഈസ് ദ നമ്പർ? ഒരു നമ്പറിന്റെ 10% 1.5 ആണെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതും ഇതേപോലെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഒരു നമ്പറിന്റെ 10% ആണ് 1.5. ഏതോ ഒരു നമ്പർ അറിയാത്തതുകൊണ്ട് ആ നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്തു. എക്സിന്റെ 10% എന്ന് പറഞ്ഞാൽ 10/100. അതാണ് എന്ത് 1.5. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 1.5. ഈ ഡിവിഷൻ 100 ഇങ്ങനെ വരുമ്പോൾ ഇൻറ്റു 100 ആവും. ഇനി ഇൻറ്റു 10 എന്താവും? ബൈ 10 ആവും. 100ലെയും 10ലെയും ഓരോ സീറോസ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇവിടെ എന്തുണ്ട്? 1.5 × 10 വരും. അത് നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യും. 15. അപ്പൊ 15 × 10 150. ഈ പോയിന്റ് ഇട്ടാ പോരെ? ഇവിടെ ക്വസ്റ്റ്യനിൽ പോയിന്റ് ആയിട്ട് എത്ര ഡിജിറ്റാ? 1 ഡിജിറ്റ്. അപ്പൊ ആൻസറിലും പോയിന്റ് ആയിട്ട് 1 ഡിജിറ്റ്. അപ്പൊ എന്താ 15.0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 15 ആണ്. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 15. ഒരു നമ്പറിന്റെ 10% ആണ് 1.5 എങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ നമ്പർ ഏതാണ്? 15. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വാസ് 1800 rupees ലാസ്റ്റ് മന്ത്. ദ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10% ദിസ് മന്ത്. The shopkeeper says this price would be increased by 10% next month. What would be the price next month? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആർട്ടിക്കിളുടെ വില കഴിഞ്ഞ മാസം 1800 രൂപയായിരുന്നു. 1800 rupees. ഈ മാസം 10% കുറവാണ്. അപ്പോൾ ഷോപ്പ് കീപ്പർ പറയണ അടുത്ത മാസം ഇപ്പോൾ 10% കുറച്ചെങ്കിൽ അടുത്ത മാസം 10% കൂട്ടും. അങ്ങനെയെങ്കിൽ അടുത്ത മാസത്തെ വാട്ട് വുഡ് ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത്? നെക്സ്റ്റ് മന്ത് എത്ര രൂപയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ മാസം ആർട്ടിക്കിളിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1800 rupees ആണ്. അപ്പോൾ ഈ മാസം എത്ര രൂപ കുറച്ചു? അതിന്റെ 10% കുറച്ചു. അപ്പോൾ അതിന്റെ 10% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? 10 കുറച്ചിട്ട് 90% കണ്ടാൽ മതി. അപ്പോൾ 1800 × 90/100. സീറോസും സീറോസും ഒക്കെ ക്യാൻസൽ ആയി. അതായത് ഈ 2 0 പോയി ബാക്കി 18 × 90 വരും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1620 rupees. അപ്പൊ ഈ മാസം ആർട്ടിക്കിളിന്റെ റേറ്റ് എത്രയാണ്? 1620. അപ്പൊ ഷോപ്പ് കീപ്പർ പറഞ്ഞു അടുത്ത മാസം ഈ മാസത്തെ വിലയേക്കാൾ 10% കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത മാസത്തെ റേറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ഈ ആർട്ടിക്കിൾസ് നെക്സ്റ്റ് മന്ത് പ്രൈസ്? അപ്പൊ ഈ മാസം 1620. ഇതിന്റെ 10% കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ 100ന്റെ കൂടെ 10 ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? 110/100. അപ്പൊ ഈ 0 പോയി ഈ 0 പോയ 162 × 11 വരും. അത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്രയായി? 1708.
82 rupees. 1782 rupees ആയിരിക്കും എന്ത് നെക്സ്റ്റ് മന്ത് ആർട്ടിക്കിളുടെ റേറ്റ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണൻ ഹാസ് 600 rupees. He gave 50% of this to Thomas. Thomas gave 33 1/3% of what he got to Hamza. How much did Hamza got? കണ്ണന്റെ കയ്യിൽ 600 രൂപ ഉണ്ടായിരുന്നു. അതിന്റെ 50% തോമസിന് കൊടുത്തു. തോമസ് എന്ത് ചെയ്തു? തോമസിന് കിട്ടിയതിന്റെ 33 1/3% ഹംസയ്ക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഹംസയ്ക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണന്റെ കയ്യിൽ 600 rupees ഉണ്ടായിരുന്നു. കണ്ണൻ എന്ത് ചെയ്തു? അതിന്റെ 600ന്റെ 50% തോമസിന് കൊടുത്തു. അപ്പൊ തോമസിന് ആദ്യം എത്ര കിട്ടിയെന്ന് കാണാം. തോമസ് ഗോട്ട് 600ന്റെ 50% എത്രയാണ്? 300 rupees ആണ്. അപ്പൊ തോമസ് എന്ത് ചെയ്തു? തോമസിന് കിട്ടിയതിന്റെ 33 1/3% ഹംസയ്ക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഹംസയ്ക്ക് എത്ര കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 300ന്റെ 33 1/3% ആണ് കൊടുത്തത്. അപ്പൊ 300 into 33 1/3 എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് എഴുതി. അതായത് 33 into 3 99 plus 1 100/3. ഇനി അതിന്റെ പെർസെന്റേജ് നമുക്കറിയാം. മിക്സഡ് ഫ്രാക്ഷന്റെ പെർസെന്റേജ് എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതിയത്? ഇൻറ്റു 1/100 ആണ് അല്ലേ? അപ്പൊ ഇൻറ്റു 1/100 എന്ന് എഴുതി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? 300 into 100 into 1 100 3 into 100 300. ഇനി എന്ത് ചെയ്യാം? ഇവിടെ 300ഉം ഇവിടെ 300 ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താലും ആൻസർ ആയി കേട്ടോ. അപ്പൊ ക്യാൻസൽ ചെയ്തപ്പോൾ ബാക്കി എന്തുണ്ട്? 100. അപ്പൊ ഹംസയ്ക്ക് എത്ര രൂപ കിട്ടിയത്? 100 rupees. മനസ്സിലായോ? അടുത്തത്. All children in class 7 passed the math exam. Details of grades are given below. Grade, percentage, number of children. അപ്പോൾ ഇവിടെ ബോക്സ് വന്നിട്ടുണ്ട്. നമ്മളോട് ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ ബോക്സ്. ഇത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പെർസെന്റേജ് ആണ്. എ ഗ്രേഡ് കിട്ടിയത് 40%, ബി ഗ്രേഡ് 30%, സി ഗ്രേഡ് 25%, ഡി ഗ്രേഡ് എത്ര പെർസെന്റേജ് ആണെന്ന് തന്നില്ല. പക്ഷേ ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമുക്കറിയാം മൊത്തം ക്ലാസ് കുട്ടികൾ മൊത്തം എത്ര ആയിരിക്കും? 100 ആയിരിക്കും അല്ലെ? 100% എന്ന് പറഞ്ഞാൽ ഈ പെർസെന്റേജ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 വരണം. അപ്പൊ 40 plus 30 70, 70 plus 25 95 ആയി. ഈ 9 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആയിരിക്കും? 100ൽ നിന്ന് ഇവിടെ 95 ആയി. ബാക്കി 100ലേക്ക് എത്ര വേണം? ഇവിടെ 5% ആയിരിക്കും. അപ്പോ ഒരു നമ്പറിന്റെ 5% ആണ് എന്ത്? 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ്. 9 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? എക്സ് കണ്ടുപിടിച്ചാൽ ടോട്ടലായി. അപ്പൊ x is equal to 9 into 100. ഡിവിഷൻ 100 ഇങ്ങോട്ട് വരുമ്പോൾ into 100 ആവും. ഈ into 5 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ 5 ആവും. അപ്പോ 900/5 ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പൊ ടോട്ടൽ എത്രയാണ്? 180 ആണ്. ഈ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോന്ന് കാണാലോ. അപ്പൊ 25% എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 180 ആണ്. അതിൽ സി ഗ്രേഡ് കിട്ടിയത് 25% ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180ന്റെ 25% കണ്ടാൽ ആൻസർ ആയി. അതേപോലെ ബി ഗ്രേഡോ 180ന്റെ 30% കണ്ടാൽ ബി ഗ്രേഡ് ആയി. ഇനി എ ഗ്രേഡ് കാണാൻ 180ന്റെ 40% കണ്ടാൽ ആൻസർ ആയി. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസലായി. ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസലായി. ഇനി 80 into 4 എത്രയാണ്? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 72. എ ഗ്രേഡ് കിട്ടിയവര് 72 നമ്പറും ബി ഗ്രേഡ് കിട്ടിയത് എത്ര പേർക്കാണ്? 54. സി ഗ്രേഡ് കിട്ടിയത് 45. ഡി ഗ്രേഡ് കിട്ടിയത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9 പേർക്കാണെന്നുള്ളത്. മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 3% സി ഗ്രേഡ് വരെയുള്ള പെർസെന്റേജ് തന്നു. ഡി ഗ്രേഡിന്റെ പെർസെന്റേജ് തന്നിട്ടില്ല. എല്ലാവരും പാസ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ മൊത്തം 100ലായിരിക്കും പെർസെന്റേജ്. അതിൽ ഇത് 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 95 എന്ന് കിട്ടി. അപ്പൊ ഈ ഡി ഗ്രേഡിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 9 എന്നുള്ളത് എന്താണ്? ആകെയുള്ളതിന്റെ 5% ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പിടിച്ചു? ടോട്ടൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? അതായത് ഒരു നമ്പറിന്റെ 5% ആണ് 9 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആ നമ്പർ കാണാൻ വേണ്ടി നമ്മൾ അറിയാത്തോണ്ട് എക്സ് എന്ന് എടുത്തു. എക്സിന്റെ 5% ആണ് 9. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. പിന്നെ ഓരോന്നിന്റെയും പെർസെന്റേജ് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 180 into 40/100 ചെയ്തപ്പോൾ 72 എന്ന് കിട്ടി. അപ്പൊ എ ഗ്രേഡ് എത്ര പേര് കിട്ടി? 72. ബി ഗ്രേഡ് 54, സി ഗ്രേഡ് 45. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ ലെസൺ ഫിനിഷ് ആയിട്ടുണ്ട്.
അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ചില പ്രോബ്ലംസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാത്തതൊക്കെ നിങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യുക. ഓക്കെ.